ഹായ്, നമസ്കാരം. പ്രസവം ഏതൊരു സ്ത്രീയുടെയും ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷങ്ങളിലൊന്നാണല്ലേ. പക്ഷേ ആ ഒരു യാത്രയിൽ നമ്മളെ ഒരുപാട് ആശങ്കപ്പെടുത്തുന്ന ഒന്നുണ്ട്: യോനി പരിശോധന. എന്നാൽ ഒട്ടും പേടിക്കേണ്ട. ഈ പരിശോധനയെക്കുറിച്ചുള്ള എല്ലാ സംശയങ്ങളും മാറ്റി നിങ്ങൾക്ക് നല്ലൊരു ആത്മവിശ്വാസം തരാനാണ് നമ്മളിന്ന് ശ്രമിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം, അല്ലേ? ഈ യോനി പരിശോധന ശരിക്കും എന്തിനു വേണ്ടിയുള്ളതാണ്? ഇതൊരു പരീക്ഷണയാണോ, അതോ പ്രസവം എന്ന ആ വലിയ യാത്രയിൽ നിങ്ങളെയും നിങ്ങളുടെ ഡോക്ടറെയും ഒരുപോലെ സഹായിക്കുന്ന ഒരു വഴികട്ടിയാണോ? പലരും ഭയക്കുന്ന ഈ ഒരു പരിശോധനയുടെ യഥാർത്ഥ ലക്ഷ്യം എന്താണെന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ടൊന്ന് മനസ്സിലാക്കിയെടുക്കാം. ശരി, അപ്പോൾ നമുക്ക് ഇതിനെപ്പറ്റി കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഒന്നാമത്തെ കാര്യം, ഈ പരിശോധനയെ നിങ്ങൾ ഒരു ടെസ്റ്റായിട്ട് കാണരുത്. പകരം പ്രസവം എന്ന ആ യാത്രയിൽ ശരിയായ വഴി കാട്ടിത്തരുന്ന ഒരു GPS അങ്ങനെ കരുതുന്നതാണ് ഏറ്റവും നല്ലത്. ഇത് വെറുമൊരു ഡേറ്റ കിട്ടാൻ വേണ്ടി, വിവരങ്ങൾ അറിയാൻ വേണ്ടിയുള്ള ഒരു മാർഗം മാത്രമാണ്. ഇതിനെ ഏറ്റവും നന്നായിട്ട് പറയാൻ പറ്റുന്നത് ഇങ്ങനെയാണ്: ഇത് നമ്മുടെ എഞ്ചിൻ റൂമിൽ നിന്നുള്ള ഒരു സ്റ്റാറ്റസ് അപ്ഡേറ്റ് ആണ്. അതായത് പുറത്തുനിന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റാത്ത പല കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ ഈ ഒരു പരിശോധനയിലൂടെ ഡോക്ടർമാർക്ക് മനസ്സിലാക്കാൻ പറ്റും. ശരിക്കും ഗർഭപാത്രത്തിനുള്ളിൽ എന്താണ് സംഭവിക്കുന്നത് എന്നതിൻ്റെ ഒരു ലൈവ് റിപ്പോർട്ടാണെന്ന് വേണമെങ്കിൽ പറയാം. പണ്ടൊക്കെ, അതായത് ഒരു 1950കളിലൊക്കെ പ്രസവത്തിന് ഒരു കൃത്യമായ ടൈം ടേബിൾ ഉണ്ടായിരുന്നു കേട്ടോ. മണിക്കൂറിൽ 1 സെന്റിമീറ്റർ വികസിക്കണമെന്നൊക്കെയായിരുന്നു കണക്ക്. പക്ഷേ ഇന്നത്തെ കാലത്ത് അതൊക്കെ മാറി. പുതിയ പഠനങ്ങൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഓരോ പ്രസവവും ഓരോ പോലെയാണ്. അതിന് അതിൻ്റേതായ ഒരു വിരലടയാളം തന്നെയുണ്ട്. പ്രത്യേകിച്ച് ഒരു 6 സെന്റിമീറ്റർ വികാസം കഴിഞ്ഞാണ് പ്രസവം ശരിക്കും വേഗതയെടുക്കുന്നത് എന്ന് ഇന്ന് നമുക്ക് കൃത്യമായി അറിയാം. അപ്പോൾ ഈ പരിശോധനയിൽ ഡോക്ടർമാർ ശരിക്കും എന്താണ് നോക്കുന്നത്? എന്താണ് അവർ അളക്കുന്നത്? പ്രസവം എത്രത്തോളം പുരോഗമിച്ചു എന്നറിയാൻ 4 തൂണുകൾ അല്ലെങ്കിൽ 4 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. നമുക്കത് ഓരോന്നായിട്ട് നോക്കാം. ഒന്നാമത്തേതാണ് ഡൈലേഷൻ. സിമ്പിളായി പറഞ്ഞാൽ ഗർഭാശയമുഖം എത്രത്തോളം തുറന്നു എന്നുള്ളത്. ഇത് 0 തുടങ്ങി 10 സെന്റിമീറ്റർ വരെയാണ് വികസിക്കുക. ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ടർട്ടിൽ നെക്ക് സ്വെറ്ററിന്റെ ഉപമ നല്ല രസമാണ്. ആ സ്വെറ്റർ പോലെ ഗർഭാശയമുഖം പൂർണ്ണമായി തുറന്ന് ഒരു തരത്തിൽ അപ്രത്യക്ഷമായാൽ മാത്രമേ കുഞ്ഞിന് പുറത്തേക്ക് വരാൻ പറ്റൂ. രണ്ടാമത്തെ കാര്യമാണ് എഫേസ്മെന്റ്, അതായത് ഗർഭാശയമുഖത്തിന്റെ കനം കുറയുന്നത്. ഒരു 2 ഇഞ്ച് കനമുള്ള ട്യൂബ് പോലെയിരിക്കുന്ന ഭാഗം തുറക്കുന്നതിനു മുമ്പ് ഒരു പേപ്പർ പോലെ നേർത്തതായി മാറണം. പ്രത്യേകിച്ച് ആദ്യമായി പ്രസവിക്കുന്ന അമ്മമാരിൽ ഡൈലേഷന് മുമ്പ് തന്നെ ഈ കനം കുറയുന്ന പ്രോസസ്സ് നടക്കാറുണ്ട്. ഇനി മൂന്നാമത്തേത് സ്റ്റേഷൻ. ഇത് കുഞ്ഞിന്റെ തലയുടെ ആൽറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ സ്ഥാനം അളക്കാനാണ്. അതായത് നിങ്ങളുടെ പെൽവിസിന്റെ ഉള്ളിലെ എല്ലുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ കുഞ്ഞിന്റെ തല എത്രത്തോളം താഴേക്കിറങ്ങി വന്നു എന്ന് ഇതിലൂടെ ഡോക്ടർക്ക് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും. ഈ സ്റ്റെപ്പുകളൊന്ന് നോക്കൂ. കുഞ്ഞിന്റെ യാത്ര തുടങ്ങുന്നത് ഹൈ ആയിട്ടുള്ള -3 സ്റ്റേഷനിൽ നിന്നാണ്. പതിയെ താഴേക്ക് വന്ന് 0 സ്റ്റേഷനിലെത്തുമ്പോൾ നമ്മൾ പറയും കുഞ്ഞ് എൻഗേജ്ഡ് ആയി എന്ന്. അതായത് കുഞ്ഞിന്റെ തല അമ്മയുടെ ഇടുപ്പെല്ലിൽ കൃത്യമായി ഉറച്ചു. പിന്നെ അവിടുന്ന് +1, +2, +3 സ്റ്റേഷനിലെത്തുമ്പോഴേക്കും കുഞ്ഞ് ഈ ലോകത്തേക്ക് വരാൻ ഏകദേശം റെഡിയായി കഴിഞ്ഞു. അവസാനമായി 4ാമത്തെ തൂൺ, മെംബ്രെയിൻസ് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന വാട്ടർ ബാഗ്, കുഞ്ഞിനെ സംരക്ഷിക്കുന്ന ആ സഞ്ചി. അതിൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കും. അത് പൊട്ടാതിരിക്കുകയാണോ, വീർത്തിരിക്കുകയാണോ, അതോ പൊട്ടിയോ? ഇനി പൊട്ടിയിട്ടുണ്ടെങ്കിൽ ആ പുറത്തുവരുന്ന വെള്ളത്തിന് നിറം വളരെ പ്രധാനമാണ്. തെളിഞ്ഞ നിറമാണെങ്കിലൊക്കെ, പക്ഷെ പച്ചയോ തവിട്ട് നിറമോ കാണുകയാണെങ്കിൽ അത് ചിലപ്പോൾ കുഞ്ഞിന് എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ട് എന്നതിൻ്റെ സൂചനയാവാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഡോക്ടർമാർ നോക്കുന്നത്. ഇനി ഈ പരിശോധന നടത്തുമ്പോൾ പാലിക്കേണ്ട ചില റൂൾസ് ഓഫ് ദ റോഡുണ്ട്, ചില പ്രധാന നിയമങ്ങൾ. ഇത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുന്നത് നിങ്ങളുടെ അനാവശ്യമായ പേടിയും സംശയങ്ങളും കുറയ്ക്കാൻ തീർച്ചയായും സഹായിക്കും. സാധാരണയായി ഒരു പ്രസവം ആരോഗ്യകരമായി മുന്നോട്ടു പോകുകയാണെങ്കിൽ ഓരോ 4 മണിക്കൂറിലൊരിക്കലാണ് ഈ പരിശോധന നടത്തേണ്ടത്. അതാണ് സ്റ്റാൻഡേർഡ്. എന്തിനാണ് ഈ 4 മണിക്കൂർ ഇടവേളെന്ന് വെക്കുന്നത്, അല്ലേ? അതിന് കൃത്യമായൊരു കാരണമുണ്ട്. ഈ ചാർട്ടൊന്ന് നോക്കൂ. ഓരോ തവണ നമ്മൾ ഈ പരിശോധന നടത്തുമ്പോഴും അണുബാധയുണ്ടാകാനുള്ള ഒരു ചെറിയ സാധ്യതയുണ്ട്. ഇനി നമ്മൾ 1-2 മണിക്കൂർ ഇടവിട്ട് അടിക്കടി പരിശോധിച്ചാലോ? അതുകൊണ്ട് പ്രസവം വേഗത്തിലാകില്ല, മറിച്ച് അണുബാധ വരാനുള്ള സാധ്യത 15 മുതൽ 20% വരെ കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് ഡോക്ടർമാർ ഈ 4 മണിക്കൂർ ഇടവേള പാലിക്കാൻ പരമാവധി ശ്രമിക്കുന്നത്. ഇതുപോലെ തന്നെ വേറെയും ചില അത്യാവശ്യ പ്രോട്ടോക്കോളുകളുണ്ട്. ഒന്നാമത്തേത്, 6 സെന്റിമീറ്റർ വികസിക്കുന്നതിനു മുമ്പ് പ്രസവം പുരോഗമിക്കുന്നില്ല എന്ന് ഡയഗ്നോസ് ചെയ്യില്ല. രണ്ടാമത്, പരിശോധനയ്ക്ക് തൊട്ടുമുമ്പ് മൂത്രമൊഴിക്കാൻ പറയും. കാരണം നിറഞ്ഞ മൂത്രസഞ്ചി കുഞ്ഞ് താഴോട്ട് വരാനൊരു ബ്ലോക്ക് ഉണ്ടാക്കും. അത് റീഡിങ്ങിനെയും ബാധിക്കും.
പിന്നെ ഏറ്റവും പ്രധാനമായി ഓർക്കേണ്ട ഒരു കാര്യം, അണുവിമുക്തമാക്കി ലൂബ്രിക്കൻ പുരട്ടി ചെയ്യുന്ന ഈ പരിശോധന ഒരു സമ്മർദ്ദം പോലെയാണ് അനുഭവപ്പെടേണ്ടത്, അല്ലാതെ ഒരു ഷാർപ്പ് പെയിൻ ആയിട്ടല്ല. ഇനി നമുക്ക് ഈ പരിശോധനയെക്കുറിച്ച് സമൂഹത്തിൽ പൊതുവെയുള്ള ചില മിഥ്യാധാരണകളും അതിന്റെ പിന്നിലെ മെഡിക്കൽ യാഥാർത്ഥ്യങ്ങളും എന്താണെന്ന് നോക്കാം. പലരും വിശ്വസിക്കുന്ന എന്നാൽ സത്യമല്ലാത്ത ചില കാര്യങ്ങളുണ്ട്, അതൊന്ന് ക്ലിയർ ചെയ്യാം. ഏറ്റവും വലിയൊരു മിഥ്യാധാരണയാണ് ഡോക്ടർ പ്രസവം വേഗത്തിലാക്കാൻ എന്റെ ഗർഭാശയ മുഖം വലിച്ചു നീട്ടുകയാണ് എന്നുള്ളത്. സത്യം എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ നിർബന്ധിച്ച് അതിനെ തുറക്കാൻ ശ്രമിച്ചാൽ അവിടെ നീർക്കെട്ടുണ്ടാവാനും ചിലപ്പോൾ കീറലുകൾ വരാനും സാധ്യതയുണ്ട്. ഇത് പ്രസവം വേഗിപ്പിക്കുകയല്ല, നേരെ മറിച്ച് വൈകിപ്പിക്കുകയാണ് ചെയ്യുക. ഞങ്ങൾ ഡോക്ടർമാർ അളക്കുകയാണ് ചെയ്യുന്നത്, അല്ലാതെ മാനിപ്പുലേറ്റ് ചെയ്യുകയല്ല. അടുത്തൊരു തെറ്റിദ്ധാരണ, എനിക്ക് ചെറിയ ശരീരമാണ്, അപ്പോൾ എനിക്ക് പ്രസവിക്കാൻ പറ്റുമോ എന്നറിയാൻ ഒരുപാട് പരിശോധനകൾ വേണ്ടിവരും എന്ന ചിന്തയാണ്. യാഥാർത്ഥ്യം ഇതാണ്: നിങ്ങളുടെ പുറമേ കാണുന്ന ശരീരത്തിന്റെ വലുപ്പം വെച്ച് നിങ്ങളുടെ പെൽവിസിന്റെ ഉൾവശത്തെ കപ്പാസിറ്റി ഒരിക്കലും നിർണ്ണയിക്കാൻ പറ്റില്ല. പ്രസവം തുടങ്ങുമ്പോൾ നിങ്ങളുടെ ശരീരം അതിനനുസരിച്ച് മാറുകയും അപ്പോൾ മാത്രമേ അതിന്റെ യഥാർത്ഥ ശേഷി നമുക്ക് വിലയിരുത്താൻ കഴിയൂ. ഇതൊരു സാധാരണ പരാതിയാണ്. മണിക്കൂറുകളായി വേദനിച്ചിട്ടും ഞാൻ ഇപ്പോഴും 3 സെന്റിമീറ്ററിലാണ്, ഒരു പുരോഗതിയുമില്ലല്ലോ. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, പുരോഗതി എന്ന് പറയുന്നത് ഡയലേഷൻ മാത്രമല്ല. ഗർഭാശയമുഖത്തിന്റെ കനം 0% നിന്ന് 80% ആയെങ്കിൽ, അല്ലെങ്കിൽ കുഞ്ഞിന്റെ സ്റ്റേഷൻ -3 നിന്ന് -1 മാറിയെങ്കിൽ അത് വളരെ വലിയ പുരോഗതിയാണ്. ഡയലേഷൻ മാത്രമല്ല പ്രോഗ്രസ്. പിന്നെ യോനി പരിശോധനയും മെംബ്രെയിൻ സ്വീപ്പും ഒന്നാണെന്ന് ചിലർ തെറ്റിദ്ധരിക്കാറുണ്ട്. അല്ല, രണ്ടും രണ്ടാണ്. ഒരു പരിശോധന എന്നത് ഒരു ചെക്കപ്പ് മാത്രമാണ്. പക്ഷേ ഒരു സ്വീപ്പ് എന്ന് പറയുന്നത് പ്രസവം തുടങ്ങാൻ സഹായിക്കുന്ന ഒരു പ്രൊസീജറാണ്. അതിന് നിങ്ങളുടെ വ്യക്തമായ സമ്മതം ആവശ്യമാണ്. അത് വേറൊരു കാര്യമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയ സ്ഥിതിക്ക് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗത്തേക്ക് കടക്കാം. നിങ്ങൾ ഓർക്കേണ്ട കാര്യം ഇതാണ്: യോർ ഇൻ ദ ഡ്രൈവേഴ്സ് സീറ്റ്. ഈ പ്രസവയാത്രയുടെ നിയന്ത്രണം നിങ്ങളുടെ കൈകളിലാണ്. നിങ്ങളുടെ കെയർ ടീമുമായി എങ്ങനെ സംസാരിക്കാം, എങ്ങനെ ഇതിൻ്റെ ഒരു പാർട്ട്ണറാകാം എന്ന് നോക്കാം. ഇതാ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷന് വേണ്ടിയുള്ള ഒരു ടൂൾ കിറ്റ്. 1. നിങ്ങൾക്ക് എപ്പോഴും എന്തിനെന്ന് ചോദിക്കാം. ഇപ്പോൾ പരിശോധിക്കാൻ എന്തെങ്കിലും ക്ലിനിക്കൽ കാരണമുണ്ടോ, അതോ നമുക്ക് കുറച്ചുകൂടി കാത്തിരിക്കാമോ എന്ന് ചോദിക്കാം. 2. കൃത്യമായ നമ്പറുകൾ ചോദിച്ചറിയുക. എന്റെ ഡയലേഷൻ, എഫേസ്മെന്റ്, സ്റ്റേഷൻ എത്രയാണ് എന്ന് ചോദിക്കുക. 3. പോസ് ബട്ടൺ ഉപയോഗിക്കുക. അതായത് ഒരു കോൺട്രാക്ഷൻ വരുന്ന സമയത്താണ് പരിശോധനയെങ്കിൽ അതൊന്ന് കഴിഞ്ഞിട്ട് നോക്കാമെന്ന് പറയാനുള്ള അവകാശം നിങ്ങൾക്കുണ്ട്. അവസാനമായി ഡോക്ടർ പ്രശാന്തിന്റെ ഈ വാക്കുകൾ കേൾക്കൂ. നിങ്ങളുടെ ഗർഭാശയ എഞ്ചിനിൽ വിശ്വസിക്കുക. ഞങ്ങൾ നോക്കുന്നത് നിങ്ങളുടെ ശരീരത്തിന്റെ ആ ഒരു താളത്തെയാണ്, ക്ലോക്കിലെ സമയത്തെ മാത്രമല്ല. അതുകൊണ്ട് നിങ്ങളുടെ ശരീരത്തിന്റെ കഴിവിൽ പൂർണ്ണമായും വിശ്വസിക്കുക. ഈ പരിശോധനകൾ ഒരു തടസ്സമല്ല, മറിച്ച് നിങ്ങളുടെയും നിങ്ങളുടെ കുഞ്ഞിന്റെയും സുരക്ഷ ഉറപ്പാക്കുന്ന വഴികാട്ടികൾ മാത്രമാണ്.